എല്ലാ ഗ്ലോറിയസ് ഗോസ്പൽ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മറുപടി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗ്ലോറിയസ് ഗോസ്പലിനെതിരെ 21 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാസ്റ്റർ സന്തോഷ് ഡേവിഡ് എന്നൊരു മാന്യ അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിൽ കൂടി മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ 21 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. പാസ്റ്റർ ഷിബു പീഡിയക്കൽ മറുപടി പറയണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എങ്കിലും അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ നിലവാരം അനുസരിച്ച് ഗ്ലോറീസിലെ കൊച്ചു കുട്ടികൾക്ക് വരെ ഉത്തരം പറയാൻ കഴിയുന്ന ഒന്നാണ് എന്നതുകൊണ്ട് ഗ്ലോറീസിലെ തന്നെ ഒരു കൊച്ചുകുട്ടിയായ ഞാൻ തന്നെ ഈ വീഡിയോയ്ക്ക് മറുപടി പറയാമെന്ന് കരുതി. നമുക്ക് നേരിട്ട് തന്നെ ആ വീഡിയോയിലേക്ക് കിടക്കാം. ഏകസത്യദൈവമായ യഹോവ എന്ന നാമമുള്ള നമ്മുടെ സ്വർഗീയ പിതാവാം ദൈവത്തെങ്കിൽ നിന്നും നമ്മുടെ കർത്താവും രക്ഷകനുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തെങ്കിൽ നിന്നും ആശ്വാസപ്രദനും വഴികാട്ടിയും സഹായകനുമായിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ നാമത്തെങ്കിൽ നിന്നും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കൃപയും സ്നേഹവും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഇവിടെ ഏകസത്യദൈവമായ യഹോവ എന്ന നാമമുള്ള പിതാവ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഇങ്ങനൊരു വാക്യമോ ഇങ്ങനൊരു വിശ്വാസ പ്രമാണമോ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ഇദ്ദേഹം യഹോവ എന്ന നാമമുള്ള പിതാവ് എന്ന് പറയുന്നത് ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന പേരിൽ സ്വർഗത്തിലെ ദൈവത്തിനെതിരെ ദൂഷണം പറയുന്ന യഹോവ ദൈവമല്ലെന്നും മറിച്ച് യഹോവ സാത്താനാണെന്നും ക്രൂരനായ തെമ്മാടിയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ ദുഷിക്കുന്ന ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഉപജ്ഞാതാവായ മിസ്റ്റർ ഷിബു പീഡിയക്കലിനോട് 21 ചോദ്യങ്ങൾ ഈ വീഡിയോ മുഖാന്തരം ഞാൻ ചോദിക്കുകയാണ്. ഷിബു പീഡിയക്കലില്ല, തൽക്കാലത്തേക്ക് ഞാൻ അതിന് മറുപടി പറയാവുന്നതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം ഈ വീഡിയോയുടെ ടൈറ്റിൽ തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ദൈവസഭയുടെ അപ്പോസ്തലന്മാരും ബൈബിൾ നമുക്ക് നൽകിയെന്ന് അവകാശപ്പെടുന്ന സുറിയാനി സഭയുടെ പിതാക്കന്മാരും ചേർന്ന് എന്തിനാണ് ലോകത്തെ ഇത്ര ക്രൂരമായി വഞ്ചിച്ചത്, ചതിച്ചത്? ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വചനങ്ങൾ, നാമങ്ങൾ എല്ലാം യഹോവ എന്ന നാമത്തിലുള്ളത് അത് സാത്താനാണെന്ന് ഇവർക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. സുറിയാനി സഭയുടെ പിതാക്കന്മാർക്ക് അറിയത്തില്ലായിരുന്നു, അപ്പോസ്തലന്മാർക്ക് അറിയത്തില്ലായിരുന്നു. ഒന്നുമല്ലെങ്കിലും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും അറിവില്ലായിരുന്നു. നിഷ്കളങ്കരായ ദൈവമക്കളുടെ കയ്യിൽ എന്തിനാണ് ഇത്ര വികലമായ സാത്താനെ ആരാധിക്കേണ്ടതിന് ഒരു പുസ്തകം എഴുതി കൊടുത്തത്? ഇതാ ഒന്നാമത്തെ ചോദ്യം. വളരെ ഇമോഷണലി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം തന്നെ സുറിയാനി പിതാക്കന്മാർക്കിട്ടാണ്. പാസ്റ്റർ സന്തോഷ് ഡേവിഡ്, പാശ്ചാത്യ പ്രൊട്ടസ്റ്റന്റ് മതപരിവർത്തന ലോബികളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്തിന് ഈ ചതി ചെയ്തു? നിഷ്കളങ്കരായ വിശ്വാസികളുടെ കൈകളിലേക്ക് വ്യാഖ്യാനവും ചരിത്ര പശ്ചാത്തലങ്ങളും കൃത്യമായ പഠനശാസ്ത്രവും ആവശ്യമായിട്ടുള്ള ഈ സത്യവേദപുസ്തകമെന്നോ വേദപുസ്തകമെന്നോ ബൈബിളെന്നോ പറയുന്ന ഈ പുസ്തകം അവനവന് തോന്നുന്ന രീതിയിൽ പരിഭാഷപ്പെടുത്തി എന്തിനാണ് കൊടുത്തത്? ഇതിന്റെ അനന്തരഫലം എന്താണ്? വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയും പോലെ എല്ലാവരും പാസ്റ്റർ, എല്ലാവരും പ്രവാചകൻ, അപ്പോസ്തലൻ ഒക്കെ ആയി ഇങ്ങനെ 900 സെക്ടുകളാക്കി ദൈവസഭയെ പിളർത്തുകയല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഈ ചോദ്യം സ്വയം ചോദിക്കേണ്ടതാണ്.
പരിശുദ്ധ സഭ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച പുസ്തകം പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്ക സഭയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി പാവപ്പെട്ട വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് പുതിയ കൾട്ടുകൾ സ്ഥാപിച്ചതിന് സുറിയാനി പിതാക്കന്മാർ എന്ത് കഴിച്ചു? ഈ ചോദ്യം നിങ്ങൾ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പക്ഷെ നിങ്ങൾ സുറിയാനി പിതാക്കന്മാരുടെ കാര്യം പറഞ്ഞതുകൊണ്ട് മറ്റൊരു കാര്യം പറയാം. എന്നാൽ സുറിയാനി പിതാക്കന്മാർ എന്താണ് ചെയ്തത്? തങ്ങളുടെ വിശ്വാസികൾക്ക് സമീകൃത ആഹാരമാണ് കൊടുക്കുന്നത്. കൃത്യമായ പാരമ്പര്യത്തിന്റെയും പഠനത്തിന്റെയും സുനദോസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വേദപുസ്തകത്തിൽ നിന്ന് ആവശ്യമായ വചനങ്ങളെ കൈക്കൊണ്ടും തള്ളേണ്ടതിനെ തള്ളിയും അങ്ങനെ പ്രാർത്ഥനകളും ഗീതങ്ങളും പ്രബോധനങ്ങളും ആക്കി സാധാരണക്കാർക്ക് കൊടുക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇന്നും ഓരോ സുറിയാനിക്കാരൻ ദിവസേന വായിക്കേണ്ട ഭാഗങ്ങൾ, ബൈബിൾ വേദഭാഗങ്ങൾ എല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നൽകിയിട്ടുണ്ട്. താങ്കളുടെ സമൂഹം എന്താണ് ചെയ്യുന്നത്? ഈ ബൈബിൾ ഉപയോഗിച്ച് ലോകം അവസാനിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് പേടിപ്പിക്കുകയും ശാപത്തിന്റെയും അനുഗ്രഹത്തിന്റെയും താക്കോൽ തൊണ്ട തൊഴിലാളികളുടെ നാവിലാണെന്നും വ്യാജരോഗശാന്തിയും അനുഗ്രഹങ്ങൾ വാഗ്ദാനവും എല്ലാം ചെയ്ത് പാവപ്പെട്ട വിശ്വാസികളെ അവരുടെ സ്വാതന്ത്ര്യവും സമയവും പണവും മാനവും എല്ലാം അപഹരിക്കുന്നത് നിങ്ങളല്ലേ? ഈ ചോദ്യം ഒന്ന് സ്വയം ചിന്തിച്ച് എന്തിനാണ് ഈ ചതി ചെയ്തത്? ഈ പുസ്തകം കൊണ്ടുപോയി ഈ പാവപ്പെട്ട നിഷ്കളങ്കരെ കൊണ്ടുപോയി എന്തിനാണ് അവരെ വഴി തെറ്റിച്ചത്? എന്തിനാണ് അവരെ മതപരിവർത്തനം നടത്തിയത്? താങ്കൾ തന്നെയാണ് ഇതിന്റെ ഉത്തരം പറയേണ്ടത്. അപ്പോ സുറിയാനി പിതാക്കന്മാർ സമീകൃതമായിട്ടുള്ള ഒരു ആഹാരമാണ് കൊടുക്കുന്നത്, കംപ്ലീറ്റ് ഫുഡ്. അവർക്ക് അന്നന്ന് ആവശ്യമായിട്ട് നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയെ കൊല്ലുന്നു, ഞങ്ങൾക്ക് ആവശ്യമായ അന്നുള്ള ആ ആഹാരം അത് തന്നെയാണ് സുറിയാനി പിതാക്കന്മാർ. അല്ലാതെ ഈ ബൈബിളും വേദപുസ്തകം അങ്ങനെ തന്നെ വിഴുങ്ങാനൊന്നും ഇവിടെ ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോ അത് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്, ഈ ചതി ചെയ്തെന്തിനാണ്? രണ്ടാമത്തെ ചോദ്യം, അശേര എന്ന എൽഷദായ്, താങ്കൾ പറഞ്ഞിരിക്കുന്ന എൽഷദായ് അശേരയാണെന്നാണ്. അബ്രഹാമിന് വെളിപ്പെടും മുമ്പ് സൃഷ്ടി മുതൽ അബ്രഹാം വരെ വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെട്ട ദൈവം ആരാണ്? അത് അശേരയാണോ, യഹോവയാണോ, അതോ മറ്റേതെങ്കിലും ദൈവമാണോ? അബ്രഹാമിന് മുമ്പ് സൃഷ്ടികർമ്മത്തിൽ വെളിപ്പെട്ട ദൈവം ആരാണ് എന്നാണ് ചോദ്യം. അബ്രഹാമിന് മുമ്പുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അബ്രഹാമിന് മുമ്പ് ആരെങ്കിലും പുസ്തകം എഴുതിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരും. വേണ്ട, ആരെങ്കിലും മോശയ്ക്ക് മുമ്പ് ഈ വേദപുസ്തകത്തിൽ ഏതെങ്കിലും പുസ്തകം എഴുതിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ? അപ്പൊ സൃഷ്ടി മുതൽ അബ്രഹാം വരെയുള്ള കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മോശയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ അബ്രഹാമിന്റെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല. കാരണം മോശയ്ക്ക് ഓൾറെഡി വെളിപ്പെട്ടിരിക്കുന്ന ദൈവം യഹോവയാണ്. അപ്പൊ യഹോവയുടെ പേരിലാണ് മോശ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് അബ്രഹാമിന്റെ ചരിത്രങ്ങൾ അബ്രഹാം എഴുതിയതോ യാക്കോബ് എഴുതിയതോ ഇസ്ഹാക്ക് എഴുതിയതല്ല, മോശ എഴുതി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ യഹോവ എന്ന നാമമുള്ള ദൈവത്തെ അബ്രഹാമിനെ അറിയാൻ പാടില്ലായിരുന്നു. ഇത് ബൈബിൾ പറയുന്നതാണ്. പുറപ്പാട് പുസ്തകം 6:3 പറയുന്ന ഒരു കാര്യമാണ് ഈ കാര്യം. യഹോവ എന്ന നാമം അബ്രഹാമിന് അറിയില്ലായിരുന്നു. വേദപുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ ഏലോഹിം സൃഷ്ടിച്ചു എന്നാണ് വാക്യം. യഹോവ സൃഷ്ടിച്ചു എന്നല്ല. 31:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് ഏലോഹിം സൃഷ്ടിച്ചു എന്നാണ്. അബ്രഹാമിന് അറിയാവുന്നത് എൽഷദായ് എന്ന ദൈവത്തെയാണ് എന്നാണ് മോശയുടെ പുസ്തകം പറയുന്നത്. ഏലോഹിം, എൽഷദായി എല്ലാം കനാന്യരുടെ ദൈവമാണ്. ഏല് എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കനാന്യരുടെ ദൈവമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മെസോപ്പൊത്താമിയയിൽ ആരംഭിച്ച ഈ മനുഷ്യ സംസ്കാരം എന്ന് മുതൽ ആരംഭിച്ചു ആ സംസ്കാരത്തിന്റെ ചരിത്ര താളുകൾ മറിക്കുമ്പോൾ എല്ലാ ഗോത്രങ്ങൾക്കും ഒരു പ്രിമോഡിയൽ ഡൈറ്റീസ് ആണ് ഉണ്ടായിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ കർത്താവ് ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ സംസ്കാരങ്ങളിലും നമുക്ക് അതിന്റെ ഒരു പ്രിമോഡിയൽ ഡൈറ്റി ആയിട്ടാണ് അതിനെ കാണുന്നത്. പിന്നെ അബ്രഹാമിന്റെ ആരാണ്, മോശയുടെ ആരാണ്, അതിനു മുമ്പ് ആരായിരുന്നു എന്ന് വെച്ചാൽ അതിനു മുമ്പുള്ള രേഖകളൊന്നും തന്നെ നമുക്കില്ല. നമുക്ക് ആകെ മോശ തൊട്ടുള്ള രേഖകളാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ചോദ്യം നമ്പർ 3, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ താങ്കൾ പറയുന്നത് യഹോവ എന്ന പേര് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അവിടെ യഹോവ എന്ന പേരല്ല, അശേര എന്ന പേരായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എത്ര ഭാഗങ്ങളിൽ ഇത്തരം
തിരുത്തലുകൾ നടത്തപ്പെട്ടിട്ടുണ്ട്. തെളിവ് സഹിതം പറയണം. കാരണം യഹോവ എന്ന നാമം ഏകദേശം 6800ഓളം ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഡോണായി, ഏലോഹീം, അഡോണായി ഏകദേശം 400-ലധികം പ്രാവശ്യം, ഏലോഹീം 2500ഓളം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി യഹോവയുടെ സർവനാമങ്ങളായി ഏകദേശം 15000 പ്രാവശ്യം യഹോവയുടെ നാമത്തെ സൂചിപ്പിക്കുവാൻ സർവനാമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 20000-ലധികം പ്രാവശ്യം യഹോവയുടെ നാമത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ സാധാരണക്കാരായ വ്യക്തികൾ ഇതിനകത്ത് ഈ നാമങ്ങൾ അശേരയാണോ യഹോവയാണോ എന്നെങ്ങനെ മനസ്സിലാക്കും? നിശ്ചയമായിട്ടും താങ്കൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളിൽ അശേരയുടെ പേര് നീക്കം ചെയ്തു, അവിടെ യഹോവയുടെ നാമം എഴുതി ചേർത്തു എന്നൊന്ന് പറഞ്ഞാൽ ഇനി വേദപുസ്തകം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വായിക്കാൻ കഴിയുമല്ലോ. അതാണ് മൂന്നാമത്തെ ചോദ്യം. എന്തായാലും വളരെ വലിയൊരു ഉത്തരവാദിത്തമുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ബൈബിളില് തിരുത്തലുകൾ നടന്നിട്ടുണ്ട്. ഉൽപ്പത്തി 17:1 താങ്കൾ കോട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് വാക്യം പറയുന്നത് വെച്ചാൽ അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ, പുറപ്പാട് 6:3 അബ്രഹാമിനോ ഇസഹാക്കിനോ യാക്കോബിനോ യഹോവ എന്ന നാമത്തെ അറിയില്ല എന്ന് പറയുന്നു. അപ്പൊ യഹോവ എന്ന നാമത്തെ അറിയാതെ എങ്ങനെയാണ് അബ്രഹാം ഉൽപ്പത്തി 22 തന്റെ മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ സ്ഥലത്തിനൊക്കെ യഹോവ ഇരേ എന്നൊക്കെ പേരിടുന്നുണ്ട്? അതെങ്ങനെയാണ്? അപ്പൊ യഹോവ എന്ന പേരറിയാതെ എങ്ങനെയാണ് ഈ യഹോവ ഇരേ എന്നൊക്കെ പേരിടുന്നതെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ മോശയുടെ പുസ്തകത്തിൽ ഈ ന്യായപ്രമാണത്തിൽ കൃത്യമായ തിരുത്തൽ നടന്നിട്ടുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല, സാക്ഷാൽ നമ്മുടെ ബൈബിളിലെ പ്രവാചകനായിട്ടുള്ള ഇരിമ്യാ പ്രവാചകനാണ്. ഇരിമ്യാവ് 8:8 പറയുന്നുണ്ട്, ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ ന്യായപ്രമാണത്തെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. അപ്പൊ ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോല് ഈ പറയുന്ന ന്യായപ്രമാണങ്ങളിൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ബൈബിളിൽ തന്നെയുള്ള പുസ്തകത്തിലുള്ള ഇരിമ്യാ പ്രവാചകൻ തന്റെ പുസ്തകത്തിലെ 8:8 പറയുന്ന കാര്യമാണ്. കള്ള എഴുത്തുകോല് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരായുള്ള ആളുകൾ എങ്ങനെ മനസ്സിലാക്കും എന്നാണ് ചോദ്യമെങ്കിൽ അത് നമുക്ക് എന്താ പറയാ, സാധാരണക്കാരെക്കാളും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരല്ല പ്രശ്നം. സാധാരണക്കാരെ തെറ്റിക്കുന്ന കുറെ ടീമുണ്ട്. അതായത് സാധാരണക്കാരെക്കാൾ അവരെ വചനം പഠിപ്പിക്കുന്ന താങ്കളെ പോലെയുള്ള ദേവദാസന്മാർ എന്ന് പറയുന്നത് ആദ്യം ബൈബിളിന്റെ പ്രാഥമിക പഠനം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പഴയ നിയമം പഠിക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് തിയറിയാണ് JEDP തിയറി എന്നുള്ളത്. വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകം ഈ 4 ഗ്രൂപ്പുകളാണ് ചേർന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് JEDP ഏതൊക്കെയാണ്? ഈ ജെ എന്ന് പറഞ്ഞ യാഹോവിസ്റ്റ്, ഇ എന്ന് പറയുന്ന എലോഹിസ്റ്റ്, ഡി എന്ന് പറയുന്നത് ഡ്യൂട്രോണമിസ്റ്റ്, പി എന്ന് പറയുന്നത് പ്രീസ്ലി. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠനം നടത്തുക. ഇതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വെറുതെ ഗൂഗിൾ ചെയ്താൽ മാത്രം, വെറുതെ അത് ബേസിക് കാര്യമായതുകൊണ്ട് തന്നെ വെറുതെ ഗൂഗിൾ ചെയ്താൽ പോലും ഇതിന്റെ കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. അപ്പൊ ഏറ്റവും കുറഞ്ഞത് ഈ JDP തീരെങ്കിലും മനസ്സിലാക്കാം പഴയ നിയമം പഠിപ്പിക്കുന്നവര്. അപ്പൊ ഇവരുടെ കൈകടത്തലുകളും ശാസ്ത്രിമാരുടെ കള്ള എഴുത്ത് പോലും കഴിഞ്ഞിട്ടുള്ള കണക്കാണ് താങ്കൾ ഇപ്പോഴും കുറെ കാര്യങ്ങൾ ഇങ്ങനെ അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ കണക്കുകളാണ്. ഇത്ര പ്രാവശ്യം അശേര എഴുതിയിട്ടുണ്ട്, ഇത്ര പ്രാവശ്യം യഹോവ എഴുതിയിട്ടുണ്ട്, എലോഹിം എഴുതിയിട്ടുണ്ട് എന്നൊക്കെ. ശരിക്കും ഒരു 90 മുകളിൽ സ്ഥലങ്ങളിൽ അശേര എന്ന പേര് മാറ്റി കളഞ്ഞിട്ടുണ്ട്. ബൈബിളില് ഇതെങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ ബൈബിൾ പഠിതാക്കൾ ബൈബിള് ഹയർ ക്രിറ്റിസിസം ലെവലിൽ പോയി പഠിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ 20 രൂപയുടെ 101 പ്രസംഗക്കുറിപ്പ് നോക്കി ബൈബിൾ പഠിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. കാരണം അവർ പ്രീച്ച് ചെയ്യുന്നതൊക്കെ ഈ പ്രസംഗക്കുറിപ്പ് നോക്കിയിട്ടാണ്. അപ്പൊ ഇത് കൃത്യമായ ബൈബിൾ ഒരു ക്രിറ്റിസിസം ലെവലിൽ, അതൊരു മതപുസ്തകമായിട്ടല്ലാതെ അത് കൃത്യമായ രീതിയിൽ പഠനാത്മകമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും എല്ലാം കഴിയും. പിന്നെ സാധാരണക്കാരന്റെ കാര്യം താങ്കൾ ചോദിച്ചു. സാധാരണക്കാരന് ഇത് എടുത്തു നടക്കേണ്ട ഒരു കാര്യമില്ല.
എന്തിനാണോ ഇതിന്റെ ആവശ്യം, എന്താവശ്യത്തിനാണ് സാധാരണക്കാർ ഇതൊക്കെ പഠിക്കേണ്ടത്? കാരണം സാധാരണക്കാർക്ക് ഇതൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടത്തെ ഉള്ള ക്രിസ്ത്യാനികളൊന്നും ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ടൊന്നും അധികം നാളെയല്ല. ഈ പ്രൊട്ടസ്റ്റന്റുകാർ കൊണ്ടുപോയി അവിടെ ഇവിടെ കൊണ്ടുപോയി ബൈബിൾ വായിക്കണം, ബൈബിൾ വായിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുന്നൊക്കെ പറഞ്ഞു വരെ ഇത് ഇങ്ങനെ നടത്തി കഴിഞ്ഞിട്ട് ശേഷമാണ് ഇത് ഭയങ്കര വിഷയമായിട്ട് മാറിയിട്ടുള്ളത്. അതായത് ആളുകൾ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ സാധാരണക്കാര് ഇത് വായിക്കേണ്ട ആവശ്യമില്ല. കാരണം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാർ എന്തിനാണ് എയറോഡൈനാമിക്സോ അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങോ ഏവിയോണിക്സോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ടിക്കറ്റ് എടുക്കുക, കയറിയിരിക്കുക, യാത്ര ചെയ്യുക, പിന്നെ കഴിക്കാൻ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും എന്റർടൈൻമെന്റ്സ് കിട്ടും. ഇത്രേ ഉള്ളൂ. വളരെ റിലാക്സ്ഡ് ആയിട്ട് സാധാരണക്കാരൻ പോവുക. അങ്ങനെയാണ് സുറിയാനി സഭയിലൊക്കെ ഉള്ളത്. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനകളും പോലോകളും സദറകളും ഇതെല്ലാം അവിടെ ഓൾറെഡി ഉണ്ട്. അവർക്ക് ഡെയിലി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന്, ആരാധിക്കേണ്ടതാണെന്ന് അവർക്ക് ഒരു കൺഫ്യൂഷൻസ് ഇല്ലാതെ അവിടെ ഉണ്ട്. അപ്പൊ അവര് വളരെ റിലാക്സ്ഡ് ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ബൈബിൾ പഠിപ്പിക്കുന്നവര് ആദ്യമായിട്ടൊരു കാര്യമുണ്ട്. പൗലോസ്ലീഹ തീമോത്തിയോസിന് നൽകിയ ഒരു ഓർത്തോട്ടോമിയോ ഉപദേശമുണ്ട്. ഓർത്തോട്ടോമിയോ ഉപദേശം അത് സ്വീകരിക്കണം എന്നാണ്. ഓർത്തോട്ടോമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതും ചീത്തതൊക്കെ വേർതിരിച്ച് സത്യവചനത്തെ യഥാർത്ഥമായി ആക്യുറേറ്റ് ആയിട്ട് പ്രസംഗിക്കാൻ പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതാണ് ഓർത്തോട്ടോമിയോ. കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് ഗുഡ് വോയിസും ബാഡ് വോയിസും ഏതാണെന്നൊക്കെ മനസ്സിലാക്കി ആ കഴിവുള്ളവരാണ് ശരിക്കും ഈ ബൈബിൾ പഠിപ്പിക്കേണ്ടത്. ഇതിന് കഴിവില്ലാത്തവർ സാധാരണക്കാരെ വഴിയെത്തിക്കരുത്. അപ്പൊ സാധാരണക്കാരായ ആളുകൾ ഇത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതല്ല, സാധാരണക്കാരെ വഴി തെറ്റിക്കുന്ന ആൾക്കാർ ഇതിന്റെ പ്രാഥമിക പഠനമെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, എൽഷദായ് എന്ന നാമം ഏകദേശം 48 പ്രാവശ്യത്തോളം എബ്രായ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനോട് കൂടെ ചേർന്ന് വരുന്നത് മാസ്കുലിൻ നൗൺ പുല്ലിംഗ നാമങ്ങളും മാസ്കുലിൻ വേർബ് പുല്ലിംഗ ക്രിയാരൂപവുമാണ്. അതിൻ്റെ അർത്ഥം എൽഷദായ് ഒരു സ്ത്രീ അല്ല, പിന്നെയോ ഒരു പുരുഷനാണ്. മാത്രവുമല്ല, ഈ 48 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ ചില ഭാഗത്ത് താങ്കൾ പറയുന്ന വയലൻസും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എൽഷദായ് എങ്ങനെ നിറയെ മുലകളുള്ള ഒരു ദേവതയാകും, അശേരയാകും? അപ്പോ നിറയെ മുലകളുള്ള ദൈവമാകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ എൽഷദായ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരുപാട് മുലകളുള്ള എന്നുള്ള അർത്ഥത്തിലാണ് എൽഷദായ് എന്നുള്ള എന്റെ പദത്തിന്റെ അർത്ഥം തന്നെ. അപ്പൊ അത് അദ്ദേഹം പറയുന്നത്, താങ്കൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുല്ലിംഗ പദമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്, ഇതിനോട് ചേർത്ത് ഉപയോഗിച്ചിട്ടുള്ളതെല്ലാം പുല്ലിംഗ പദമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം, ഇതാണ് അടുത്തൊരു പ്രാഥമിക അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുരുഷാധിപത്യമുള്ള മെയിൽ ഷോവിനിസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീ വിരുദ്ധം നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഈ യാവിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ന്യായപ്രമാണത്തിൽ ഉടനീളം സ്ത്രീ വിരുദ്ധത നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനത്തെ ഒരു സമൂഹമാണ് ഇത് പഠിപ്പിക്കുന്നതും എഴുതുന്നതും നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അപ്പൊ പുരാതന മനുസ്ക്രിപ്റ്റുകളിൽ അതൊക്കെ സ്ത്രീലിംഗമായിരുന്നു. അതിന് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ആത്മാവ് അഥവാ റൂഹ എന്ന എബ്രായ വാക്ക് അത് സ്ത്രീലിംഗമാണ്. റൂഹ എന്ന ആത്മാവ് എന്നുള്ള റൂഹ എന്നുള്ള എബ്രായ വാക്ക് സ്ത്രീലിംഗമാണ്. അപ്പൊ അത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എന്തായി? ന്യൂമ എന്നാണ് അറിയപ്പെടുന്നത്. ന്യൂമയായി മാറി. ന്യൂമ. അപ്പൊ ഗ്രീക്ക് വാക്ക് ന്യൂമയാണ്, ഹീബ്രു വാക്ക് എന്താണ്? ഈ പറയുന്ന റൂഹയാണ്. അപ്പൊ റൂഹ ഹീബ്രു, ന്യൂമ ഗ്രീക്കും. പക്ഷെ ഗ്രീക്കിലെ ന്യൂമ എന്ന് പറയുന്ന ഈ പറയുന്ന വാക്കിന് ന്യൂട്രൽ ജെൻഡറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ന്യൂമ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ജെൻഡറാണ്. പക്ഷെ ഹീബ്രു വാക്ക് പ്രകാരം ഈ റൂഹ എന്ന് പറയുന്നത് എന്താണ്? അത് സ്ത്രീലിംഗമായിരുന്നു. അപ്പൊ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ന്യൂട്രൽ ജെൻഡർ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തില് റൂഹ എന്നത് സ്ത്രീലിംഗം ആയിരിക്കെ, അല്ലെങ്കിൽ ന്യൂമ എന്നത് ന്യൂട്രൽ ജെൻഡർ ആയിരിക്കെ, എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന് പുല്ലിംഗ വിശേഷണമാണ് കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ പരിശുദ്ധാത്മാവിന് പുല്ലിംഗ വിശേഷണം, അവൻ, കാര്യസ്ഥൻ, അങ്ങനെയുള്ള വിശേഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും റൂഹ എന്ന എബ്രായ വാക്ക് സ്ത്രീലിംഗമാണ്. ഗ്രീക്കിൽ അത് ന്യൂട്രൽ ജെൻഡറിലാണ്. പക്ഷെ നമ്മൾ മലയാളത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അതിന്റെ പരിശുദ്ധാത്മാവ് എന്നുള്ളത്
ഒരു പുല്ലിംഗ വിശേഷണങ്ങളാണ്, അല്ലെങ്കിൽ മസ്കുലിൻ ജെൻഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വാദങ്ങളൊന്നും വെച്ച് ബൈബിളിലെ അല്ലെങ്കിൽ ബൈബിളിലെ മറ്റ് ഭാഷാപ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ. അതിന്റെ കൂടെ പുല്ലിംഗമായിരുന്നു. അപ്പം മെയിൽ ഷോവിനിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീവിരുദ്ധരായിട്ടുള്ള ആളുകൾ അതിനെ അങ്ങനെ ആക്കിയെടുത്തു എന്ന് വേണം നമ്മളത് മനസ്സിലാക്കുവാൻ. അതാണ് കാര്യം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്പർ 5, ഏകദൈവ വിശ്വാസമാണ് ഇസ്രായേൽ ഇന്ന് വരെ പുലർത്തിയിരിക്കുന്നത്. മാത്രമല്ല അവരുടെ ദൈവ സങ്കല്പത്തിൽ ഒരു പുരുഷ ദൈവ സങ്കല്പമാണ്. ദേവത സ്ത്രീ സങ്കല്പം അവർക്കില്ല. പിന്നെ എങ്ങനെയാണ് അശേര എന്ന ദേവത, നിറയെ മുലകളുള്ള അശേര ഇസ്രായേൽ മക്കളുടെ ദൈവമാകുന്നത്? ഇത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. പല ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇസ്രായേലി ഏകദൈവ വിശ്വാസികളായിരുന്നു എന്നാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രാഥമിക പഠനം ഇല്ലാത്ത, ബൈബിൾ പഠനം പരിജ്ഞാനവും ഇല്ലാത്ത ആളുകൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പൊ താങ്കളും എനിക്ക് തോന്നുന്നത് അതിന്റെ ഇടയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ബഹുദൈവ വിശ്വാസം, അല്ലെങ്കിൽ കറക്റ്റ് വാക്ക് പറയുകയാണെങ്കിൽ ഹീനോത്തിസം, പോളിത്തിസം അല്ല, ഹീനോത്തിസം ഫോളോ ചെയ്യുന്നവരായിരുന്നു. അവര് മറ്റ് ദൈവങ്ങളെ ആരാധിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ യഹോവയ്ക്ക് കലി ഇളകിയത്. നമ്മൾ ഈ പുതിയ നിയമത്തിലൊക്കെ പറയുന്ന പോലെ പക, പിണക്കം, ജാരശങ്കം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുപ്പ്, ഈ വക പരിപാടികളെല്ലാം പുള്ളി ചെയ്യാനുള്ള കാര്യം, യഹോവ ചെയ്യാനുള്ള കാര്യം, യഹോവയ്ക്ക് ഈ സ്വഭാവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത് ചെയ്യാനുള്ള കാര്യം തന്നെ പുള്ളിയുടെ ആളുകള് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമായിരുന്നു. അപ്പൊ ഈ വക ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം യഹോവയ്ക്ക് ഈ ഫ്രസ്ട്രേഷനിൽ നിന്നുണ്ടായതാണ്. അത് പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. എന്തായാലും ഈ ബാബേൽ പ്രവാസത്തിന് ശേഷമാണ് നമുക്ക് ശരിക്കും ഇസ്രായേലിന്റെ ഇടയിൽ ഒരു ഏകദൈവ വിശ്വാസത്തെ നമുക്ക് അവരെ എൻഡോഴ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ശേഷവും ഉണ്ട്. അതിന് മുമ്പ് അവർ ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നവരാണ്. അതിന്റെയൊക്കെ തെളിവുകൾ ബൈബിളിൽ തന്നെയുണ്ട്. അപ്പൊ ഈ യഹോവനെ മാത്രം ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള കയ്പുനീര് അവർ ഒത്തിരി കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പക്ഷെ നമ്മള് ബൈബിൾ വായിക്കുകയാണെങ്കിൽ ശരിക്കും മനസ്സിലാക്കുന്നത് ഇസ്രായേലുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം അശേരായിരുന്നു എന്നാണ്. അതിന്റെ തെളിവ് വേണമെങ്കിൽ തരാം. എന്നൊരു വാക്യെടുക്കട്ടെ. ഇരമ്യാവ് 44:17. അത് ഒന്ന് വായിക്കണം. 44:17-18 വായിക്കും. ഇരമ്യാവ് 44:17-18. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയബലി പകരുകയും ചെയ്യുമെന്ന് ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ചൊക്കെയും ഞങ്ങൾ നിവർത്തിക്കും. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യഹൂദ പട്ടണങ്ങളിലും യെരൂശലേം വീഥികളിലും ചെയ്തതുപോലെ തന്നെ അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം ആഹാരവും സുഖവും ഉണ്ടായിരുന്നു, ഒരു അനർത്ഥവും നേരിട്ടിരുന്നില്ല. 18-ാം വാക്യം. എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും പാനീയബലി പകരുന്നതും നിർത്തിയത് മുതൽ ഞങ്ങൾക്ക് എല്ലാം ബുദ്ധിമുട്ട് തന്നെ. ഞങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയുന്നു. അപ്പൊ ഇതിൽ നിന്ന് കൃത്യമായിട്ട് അശേരയെ അവർ ധൂപം കാട്ടുകയും അവര് മാത്രമല്ല അവരുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും എല്ലാവരും തന്നെ യഹൂദ പട്ടണങ്ങളിൽ യെരൂശലേം വീഥികളിലൊക്കെ അവര് ധൂപം വെക്കുകയും അതേപോലെ അവര് നേർച്ച നേരുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതിന്റെ തെളിവ് ഇരമ്യാ പ്രവാചകൻ 44-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പൊ അന്ന് അവർക്ക് എന്തുണ്ടായിരുന്നു? വേണ്ടുവോളം ആഹാരവും സുഖവും ഉണ്ടായിരുന്നു, ഒരു അനർത്ഥവും നേരിട്ട. അപ്പൊ അശേരനെ ആരാധിച്ചിരുന്ന സമയത്ത് അവർക്ക് ഒരു അനർത്ഥവും ഉണ്ടായിരുന്നില്ല, നല്ല ആഹാരവുമായിരുന്നു, നല്ല സുഖവുമായിരുന്നു. പിന്നെ അവർക്ക് ആകാശരാജ്ഞിക്ക്, അതായത് അശേരയ്ക്ക് ധൂപം കാട്ടുന്നതും പാനീയബലി പകരുന്നതും നിർത്തിയത് മുതൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നിർത്തിയപ്പോ, അതായത് യഹോവനെ ഇവർ സ്വീകരിച്ച സമയം മുതൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യഹോവ വന്നതിന് ശേഷം എന്താണ് അവർ പറയുന്നത്? എന്താണ്? വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയണം. അപ്പൊ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ദൈവം, അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവാതിരുന്ന, ഒരു അനർത്ഥവും ഇല്ലാതെ വളരെ സുഖ സൗകര്യ സമാധാനത്തോടെ കഴിഞ്ഞിരുന്നത് അവർ അശേരനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. ഇത് പല സ്ഥലങ്ങളിലും ഇനി വേറെ ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഹീനോത്തിസം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ യഹൂദരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇസ്രായേലായിട്ടുള്ള ആൾക്കാർ. അവർ ഏകദൈവ വിശ്വാസികളൊക്കെ ആണെന്നുള്ളതൊക്കെ തെറ്റിദ്ധാരണയാണ്. നമുക്കിനി അടുത്ത ചോദ്യം എന്താന്ന് കേൾക്കാം. നമ്പർ 6. എൽഷദായ് എന്ന ദൈവം, ആ ദൈവത്തിന്റെ മറ്റു ഗുണഗണങ്ങൾ ഇസ്രായേൽ മക്കൾ അവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്.
സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, അതിപരിശുദ്ധനാണ്, അത്യുന്നതനാണ്. ഇത്ര ഉന്നതനായ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു ദേവത എങ്ങനെയാണ് ഒരു സാത്താന്റെ ഭാര്യയായിത്തീരുന്നത്? മിസ്റ്റർ ഷിബു പീഡിയക്കൽ, ഇതിനകത്ത് ഒരു ലോജിക്കുമില്ലല്ലോ. ഞാൻ എത്ര ചിന്തിച്ചിട്ടും ഒരു ദൈവത്തിന് അല്ലെ ഒരു ദേവതയ്ക്ക് എങ്ങനെ ക്രൂരനായ സാത്താന്റെ ഭാര്യയായി ജീവിക്കാൻ കഴിയും? എനിക്ക് എത്ര ചിന്തിച്ചിട്ടും അതങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ചോദ്യം. ശരിക്കും താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ആ ലോജിക്ക് ഉണ്ട്. അത് നിങ്ങൾ എത്ര ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഞാൻ തിരുത്തിത്തരാം. കാരണം സർവ്വവ്യാപിയും സർവശക്തനും എന്നൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് എല്ലാം ക്ഷമിക്കുന്ന, എല്ലാം സഹിക്കുന്ന, ഒരു കോപിക്കാത്ത, അതായത് ഞാൻ പറയുന്നത് 1 Corinthians 13 അധ്യായത്തിൽ പറയുന്നത് സ്നേഹത്തെ കുറിച്ച് പറയുന്നതാണോ. എല്ലാം സഹിക്കുന്നു, പൊറുക്കുന്നു, കോപിക്കുന്നില്ല, ദ്വേഷിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സ്നേഹത്തെ കുറിച്ച് അഗാപ്പയല്ലോ. അതും ദൈവത്തിന്റെ സ്വഭാവമാണ് എന്ന് താങ്കൾ മറന്നുപോയി. അതെന്താ നിങ്ങൾ ആ ലോജിക്ക് എന്താ നിങ്ങൾ എടുക്കാതിരുന്നേ? എല്ലാം സഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളെ ദൈവം എന്ത് കണ്ടിട്ടാണ് സ്നേഹിച്ചത്? എന്നാണ് നമുക്ക് പുകഴുവാനുള്ളതൊക്കെ? നമ്മൾ ഇതൊക്കെ പ്രസംഗത്തിലൂടെ ഒക്കെ പറയുന്ന കാര്യങ്ങളാണ്. എന്ത് കണ്ടു എന്നെ ഇത്രമാത്രം സ്നേഹിപ്പാൻ, ഇത്രമാത്രം എന്നെ ഉയർത്തുവാൻ ഞാൻ എന്തുള്ളൂ എന്നൊക്കെ നമ്മളൊക്കെ ചോദിക്കും. ഇതന്നെയാണ്. അപ്പൊ അതൊരു ദൈവത്തിന്റെ ഒരു ആട്രിബ്യൂട്ട് ആയിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴും ആ സ്നേഹം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഒരു കഴിവുമില്ലാത്ത ഒന്നിനെ, അല്ലെങ്കിൽ വളരെ ഉപദ്രവം ഉണ്ടായിട്ടുള്ള മനുഷ്യർക്ക് എന്ത് ഗുണമുണ്ടായിട്ടാണ് ദൈവം മനുഷ്യരെ സ്നേഹിച്ചത്? അപ്പൊ അതാണ്. അപ്പൊ ഇത്രയും വൃത്തിയായിട്ടായിട്ടുള്ള, അത് ഓൾറെഡി താങ്കളുടെ ചോദ്യത്തിൽ കിടക്കുകയാണ്. ഇത്രയും വൃത്തിയായിട്ട് യഹോവയുടെ ഭാര്യയായിട്ട് എല്ലാം സഹിക്കുന്നതായിരുന്നു അശേരാന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞ ഭാഗത്തില് ഇസ്രായേലിൽ പറയുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പൊ ഇരിമ്യാവിന്റെ ഇപ്പൊ ലേഖനം നമ്മുടെ പുസ്തകം വായിച്ച സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് യുദ്ധം ഉണ്ടായിരുന്നില്ല, ക്ഷാമം ഉണ്ടായിരുന്നില്ല, സുഖമായിരുന്നു, സമാധാനമായിരുന്നു. അവരുടെ പിതാക്കന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴും അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ അത്രയ്ക്ക് സമാധാനപ്രിയ ആയിട്ടുള്ള ഒരു മദർ ഹാർട്ട്, ഒരു അമ്മയുടെ ഹൃദയമുള്ളവളായിരുന്നു അശേര. അങ്ങനെ തന്നെയാണ് അശേരയെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നത്. അപ്പൊ അശേര ഭാര്യയായി തീർന്നപ്പോൾ മുതലാണ് യഹോവയ്ക്ക് ഇസ്രായേലിന് കിട്ടുന്നത്. അതെങ്ങനെ അശേരേനെ കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെയാണ് അശേരനെ കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അശേരയുടെ ജനമായിരുന്നു ഇസ്രായേല്. അശേരനെ കൺസേർട്ടായിട്ട് എടുക്കുമ്പോൾ മുതലാണ് ഇസ്രായേലിനെ യഹോവ പീഡിപ്പിക്കാൻ തുടങ്ങുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ, സഭ എന്ന മണവാട്ടിയുടെ തലയാണ് ക്രിസ്തു. സഭ എന്ന മണവാട്ടിയുടെ തലയാണ് ക്രിസ്തു എന്നത് പറയുന്നത് പോലെ ഇസ്രായേലിന്റെ തലയായിരുന്നു അശേര. അപ്പൊ തല അശേരയായിരുന്നു. അപ്പൊ പലയിടങ്ങളിലും യഹോവ ഇസ്രായേലിനെ ഭാര്യയായിട്ട് ചിത്രീകരിക്കുന്നത് അതുകൊണ്ടാണ്. ഭാര്യയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. നിങ്ങൾ പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളിൽ പല സ്ഥലങ്ങളിലും ഭാര്യനെ ഉപദ്രവിക്കുന്ന, സംശയരോഗമുള്ള മറ്റ് ജാതികളെ കൊണ്ട് ബലാത്സംഗം ചെയ്യിപ്പിക്കുന്ന ഒരു യഹോവയെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഒരു യഹോവയുടെ ഭർത്തൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ അഥവാ കർത്തൃത്വത്തിൽ നിന്ന് ഇസ്രായേലിനെ ഒരു നിർമ്മല കന്യകയായി യേശു കർത്താവ് സ്വീകരിക്കുന്നതാണ് പുതിയ നിയമ സുവിശേഷം. വളരെ സിമ്പിൾ. ദിസ് ഇസ് ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പൊ അത്രയും വൃത്തികെട്ടവനായ ഭർത്താവിൽ നിന്ന്, ആ കർത്തൃത്വത്തിൽ നിന്ന് ഒരു പുതിയ കർത്തൃത്വം നൽകി ഇസ്രായേലിനെ, ആ സഭയെ ആ നിർമ്മല കന്യകയായിട്ട് യേശു കർത്താവ് സ്വീകരിക്കുന്നു. പുതിയ നിയമ സുവിശേഷം. അപ്പൊ അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അശേരയ്ക്ക് അതാണ് സഹിഷ്ണുതയുള്ള ആളായിരുന്നു അശേര എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ ചോദിക്കുന്നു. അടുത്ത ചോദ്യം കേൾക്കാം. ചോദ്യം നമ്പർ 7. ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം കൊടുത്തത് അശേരയാണോ യഹോവയാണോ? 10 കൽപ്പനകളും കൂടെ ചേർന്ന് ഏകദേശം 613 കൽപ്പനകളുള്ള ന്യായപ്രമാണം കൊടുത്തത് ഇവരിൽ ആരാണ്? അത് ഈ ന്യായപ്രമാണം കൊടുത്തത് രണ്ടുപേരും കൂടിയാണ്. കാരണം ഇസ്രായേലിന്റെ കർത്തൃത്വം അവരാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അശേരയും യഹോവയും രണ്ടുപേരും കൂടിയിട്ടാണ് ന്യായപ്രമാണം കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് 10 കൽപ്പനകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 4 എന്തായാലും യഹോവയുടെയാണ്. കാരണം യഹോവയ്ക്കുള്ളതാണ്, ഞാനല്ലാതെ എന്റെ ദൈവം ഉണ്ടാകാൻ പാടില്ല, മറ്റ് വിഗ്രഹങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. അശേരയുടെ ആവാൻ സാധ്യതയില്ല. കാരണം അശേരയ്ക്ക് പ്രതിഷ്ഠയുണ്ട്. അശേര മറ്റ് ദൈവങ്ങളെയൊക്കെ സഹിഷ്ണുതയോടെ കാണുന്ന ഒരു ദേവങ്ങളെയൊക്കെ സഹിഷ്ണുതയോടെ കാണുന്ന ഒരു ഇതാണ്. പിന്നെ ശബത്ത് ആചരിക്കണം. അതൊക്കെ യഹോവയുടെ കൽപ്പനയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ
അടുത്ത 6 കൽപ്പനകൾ അശേരയുടെ കൽപ്പനകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത് മാനുഷിക മൂല്യങ്ങളുള്ള കൽപ്പനകളാണ്. അപ്പോൾ അശേരയുടെ ആണ് 6 കൽപ്പനകൾ, ഈ യഹോവയുടെ ആയിട്ട് 4 കൽപ്പനകൾ യഹോവയുടെയാണ്. അപ്പൊ 2 പേരുടെയാണ്. ഇതിനകത്ത് ഈ 10 കൽപ്പനകളിൽ അവസാനത്തെ 6 കൽപ്പനകളാണ് യേശു കർത്താവ് പുതിയ നിയമത്തിൽ കൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് പ്രസക്തമാണ്. ആദ്യത്തെ 4 കൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അത് ക്രിസ്തുവിന്റെ ആത്മാവിലുള്ള എന്തോ അല്ലാത്തതാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം നമ്പർ 8. ഇസ്രായേലിൽ അത്ഭുതങ്ങൾ ചെയ്തത് അശേരയാണോ യഹോവയാണോ? 2 തരത്തിലുള്ള അത്ഭുതങ്ങളുണ്ട്. നെഗറ്റീവ് മിറക്കിൾസ് ഉണ്ട്. ഉദാഹരണം, മിസ്രൈമിൽ ചെയ്ത ബാധകളൊക്കെ അതാരാണ് ചെയ്തത്? പോസിറ്റീവ് മിറക്കിൾസ് ഉണ്ട്. മന്ന കൊടുക്കുക, കാടപ്പക്ഷിയെ കൊടുക്കുക, വെള്ളം മധുരമാക്കുക, ചെങ്കടലിനെ വിഭാഗിക്കുക, ഇങ്ങനെയുള്ള പോസിറ്റീവ് മിറക്കിൾസ് ചെയ്തത് ആരാണ്? അശേരയാണോ യഹോവയാണോ? നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആ പോസിറ്റീവ് ആയിട്ടുള്ള മിറക്കിൾസ് ചെയ്തത് അശേരയാണ്, നെഗറ്റീവ് ആയിട്ട് ചെയ്ത മിറക്കിൾസ് അല്ല യഹോവയുടെയാണ്. താങ്കൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അത് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തത് എന്തായാലും നന്നായി. ബാധകളെ കഴിച്ചത്, ആളെ കൊല്ലിക്കുന്നതെല്ലാം യഹോവയാണ്. അതായത് പോസിറ്റീവ് മിറക്കിൾസ് ആയിട്ടുള്ള മന്ന കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഇരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചല്ലോ, അശേരയുടെ കാലത്ത് അവർക്ക് ആഹാരത്തിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പൊ നല്ല യുദ്ധഭീതി ഉണ്ടായിരുന്നില്ല, അവർക്ക് യുദ്ധമൊന്നും ഉണ്ടായിരുന്നില്ല, അവർ യുദ്ധത്തിന് പോവുകയും ഇല്ല, അവർക്ക് യുദ്ധഭീതി ഉണ്ടായിരുന്നില്ല. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ളതെല്ലാം അശേര തന്നെയാണ്, നെഗറ്റീവ് ആയിട്ടുള്ളതെല്ലാം യഹോവയുടെ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ യാക്കോബ് സ്ലീഹ പറയുന്നുണ്ട്, ഉറവിന്റെ ഒരു ദ്വാരത്തിൽ നിന്നും മധുരവും കയ്പുള്ള വെള്ളം പുറത്തു വരുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉറവിന്റെ ഒരു ദ്വാരത്തിൽ നിന്നും മധുരവും കയ്പും ഉള്ള വെള്ളം വരികയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മധുരം ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അശേരയുടെ തന്നെയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അശേരയുടെ ആയിരുന്നു, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ യഹോവയുടെ ആയിരുന്നു. എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു കഥയാണ്. വിശന്നു വലഞ്ഞ് നിന്നിട്ട് ഈ ഇസ്രായേൽ മക്കള് മോശയോട് ചാകാതിരിക്കാൻ അല്പം ഭക്ഷണം ചോദിക്കുന്നുണ്ട്. അപ്പൊ മോശ പോയിട്ട് യഹോവയോട് ഈ ഭക്ഷണമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ യഹോവയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതിന് ഈ യഹോവ എന്താണ് ചെയ്തത്? നിങ്ങൾക്ക് അറിയാമോ യഹോവ എന്താണ് ചെയ്തതെന്ന്? അതായത് വിശന്ന് ഞങ്ങള് ചാവാൻ കിടക്കുകയാണ്, ഞങ്ങൾ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നതൊന്നും തികയുന്നില്ല, ഞങ്ങൾ ചത്തുപോകും, മരുഭൂമിയിലാണ് എന്ന് അവരോട് പറഞ്ഞതിന് യഹോവ ചെയ്ത പരിപാടി എന്താണ്? ഇത് സംഖ്യാപുസ്തകം 21-ാം കാര്യം ഉണ്ടാവും. യഹോവ പാമ്പിനെ വെച്ച് കൊണ്ടുവന്നു. വളരെ ജനം മരിച്ചു എന്നാണ് ആ സംഖ്യാപുസ്തകം 21-ാം പറയുന്നത്. അപ്പൊ ആഹാരം, വിശന്നിട്ട് മതിയായ ആഹാരം ലഭിക്കാത്തത് കൊണ്ട് ആഹാരം ചോദിച്ചതിന് യഹോവ അവരെ പാമ്പിനെ അയച്ചു കൊന്നു കളഞ്ഞു, പിറുത്തു എന്നും പറഞ്ഞു. അപ്പൊ ഈ വാക്യത്തിൽ യേശു ഇതുപോലെ ചോദിക്കുന്നുണ്ട്, മക്കൾ മീൻ ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ നൽകുമോ? പാമ്പിനെ കൊടുക്കുമോ? പാമ്പിനെ കൊടുത്ത് കടിപ്പിച്ച ഒരു ടീം അവിടെ ഉണ്ടായിരുന്നു. പാമ്പിനെ കൊടുത്ത് കടിപ്പിച്ച യഹോവനെ ശരിക്കും യേശു ഒന്ന് ട്രോൾ ചെയ്തതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ പാമ്പ് കടിച്ച് മരിച്ചു വീണ് ഇസ്രായേലിനെ രക്ഷിക്കാൻ അവസാനം അശേര വേണ്ടി വന്നു. കാരണം അവസാനം മോശ എന്ത് ചെയ്തു? പിച്ചള സർപ്പത്ത് വീർത്തി. അതിനെ നോക്കിയവർക്ക് സൗഖ്യം വന്നു. പിച്ചള സർപ്പം എന്ന് പറഞ്ഞ എന്താണ്? ഒരു പോള് ഈ സർപ്പം ചുറ്റി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അശേരയുടെ പ്രതിഷ്ഠയാണ്. അശേരയുടെ ചിഹ്നമാണ് ഈ ഒരു പോളില്, ഒരു റോഡില് പാമ്പ് ചുറ്റി നിൽക്കുന്നത്. അപ്പൊ ഗോഡസ് ഓഫ് ഹീലിംഗ് എന്നാണ് അശേരയുടെ ഒരു വിശേഷം. ഗോഡസ് ഓഫ് ഹീലിംഗ്, സൗഖ്യദായികയായിട്ടുള്ള ദേവത. അത് ഈ സൗഖ്യത്തിന്റെ ദേവത. അപ്പൊ സൗഖ്യത്തിന്റെ ദേവതയെ പിച്ചള സർപ്പത്ത് ഉയർത്തിയപ്പോൾ യഹോഭക്തന്മാരെല്ലാം അല്ലെങ്കിൽ ഈ ഇസ്രായേൽ മക്കളെല്ലാവരും തന്നെ എന്തായി? അവർ സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി. കാരണം ഇത് യഹോവ കൊടുത്താണെന്നാണ് ബൈബിളില് വേറെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ കൊടുത്തിട്ടാണ് മോശ ചെയ്തത്. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിനാണ് പിച്ചള സർപ്പത്തെ യഹോവ ഭക്തന്മാര് നശിപ്പിച്ചു കളഞ്ഞത്? അശേര പ്രതിഷ്ഠയുടെ കൂടെ അത് നശിപ്പിച്ചു കളഞ്ഞത് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അത് നശിപ്പിച്ച് കളഞ്ഞിട്ടും പ്രയോജനം ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ യേശു പിന്നീട് എന്ന് പറയുന്നുണ്ട്, മോശ മരുഭൂമിയിൽ സർപ്പത്ത് ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെ ഉയർത്തണമെന്ന്. അപ്പൊ മോശ പിച്ചള സർപ്പത്ത് ഉയർത്തിയത് യഹോവയ്ക്ക് എതിരായിട്ടാണ്. അതായത് വിഗ്രഹം ഇഷ്ടമില്ലാത്ത യഹോവയ്ക്ക് അശേരയുടെ പിച്ചള സർപ്പ പ്രതിഷ്ഠ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണല്ലോ. അപ്പൊ യഹോവ കർത്താവായി വാഴുന്ന യഹൂദനോട് യേശുവിനെ കർത്താവായി സ്വീകരിക്കണം, പിച്ചള സർപ്പം പോലെ ഉയർത്തണം എന്നും പറഞ്ഞാൽ യഹോവയുടെ ന്യായപ്രമാണത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. അതായത് യഹോവയ്ക്ക് എതിരാണ്. ന്യായപ്രമാണത്തിനെതിരെയുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് എതിരാണ്. അപ്പൊ ഇന്നും
അപ്പോസ്തോലിക സഭകളുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മെത്രാന്മാരുടെ അംശവഴി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിച്ചള സർപ്പത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. പിച്ചള സർപ്പം തന്നെയാണ് അത്. അശേരയുടെ ഒരു സ്തംഭമായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അത് യഹോവയ്ക്കെതിരാണ്. യഹോവയ്ക്ക് നിയമങ്ങൾക്ക് എതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ആ അംശവഴി പോലും നിൽക്കുന്നത്. അപ്പൊ അത് അശേരയാണ് അവരെ രക്ഷിച്ചതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് യഹോവയാണ്. അശേര അവർക്ക് നമ്മൾ ഒരുപാട് വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതെല്ലാം അവർക്ക് നല്ലത് ചെയ്തതെല്ലാം അശേരയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത ചോദ്യം. ചോദ്യം നമ്പർ 9. സമാഗമന കൂടാരവും യെരൂശലേം ദേവാലയം ആരുടേതാണ്? ഇത് പണിയുവാൻ മോശയ്ക്കും ശലോമോനും ഒക്കെ കൽപ്പന കൊടുത്തത് അശേരയാണോ യഹോവയാണോ? ഇത് അശേരയാണ് ശലോമോന്റെ ദേവാലയം പണിയുന്നത്. അല്ലെങ്കിൽ ശലോമോനാണല്ലോ പണിയുന്നത്. ഈ ദേവാലയം പണിയുന്നതിനുള്ള പണവും ജ്ഞാനവും ആർക്കിടെക്റ്റും എല്ലാം ശലോമോന്റെ സമയത്താണ് ഉണ്ടായിരുന്നത്. അപ്പൊ അശേര എന്ന് പറഞ്ഞാൽ മറ്റൊരു വിശേഷണം എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ ദേവത എന്നാണ്. അപ്പൊ ശലോമോന് വിജ്ഞാനം കൊടുത്തതും ശലോമോൻ ആരാധിച്ചിരുന്നതും അശേരയാണ്. ഇത് ബൈബിളിന്റെ തെളിവുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ ഈ അശേരനെ ആരാധിച്ചിരിക്കുന്നതിനോടൊപ്പം തന്നെ ശലോമോൻ കെമോഷ്, മൊലേക്ക് എന്ന് പറയുന്ന ഇനി വേണ്ട തന്റെ ഭാര്യമാരുടെ പല ദേവന്മാരെയും ആരാധിച്ചു പോന്നിരുന്നു. ഒരു പോളിത്തിസ്റ്റിക് വ്യൂവിലായിരുന്നു ശലോമോൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ശലോമോന്റെ ദേഹത്തിൽ അതുപോലെ ഒരുപാട് കൊത്തുപണികളും രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ യഹോവയ്ക്ക് എതിരായിട്ടുള്ള സാധനമാണ്. യഹോവയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. കാരണം വിഗ്രഹം ഉണ്ടാക്കരുത്, ഒരു രൂപം ഉണ്ടാക്കരുത് എന്നാണ് യഹോവയുടെ കൽപ്പന. അപ്പൊ ആ കൽപ്പനയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ശലോമോൻ ദേവാലയത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ദേവാലയം അശേരയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ശലോമോൻ പണിതിട്ടുള്ളത്. അതുപോലെ നിയമപട്ടകത്തിലിരിക്കുന്ന കെരൂബിന്റെ രൂപം, കൊത്തുപണികൾ, ഇതൊന്നും വിഗ്രഹം ഇഷ്ടമില്ലാത്ത യഹോവയുടെ പണി ആകാൻ സാധ്യതയില്ല. അപ്പൊ ഏറ്റവും കോമഡി എന്താന്ന് വെച്ചാൽ അന്യദേവന്മാരെ ആരാധിച്ച ശലോമോനോട് യഹോവ ഭയങ്കരമായിട്ട് കോപിക്കുന്നുണ്ട്. പക്ഷെ കോപിച്ചിട്ട് യാതൊരു കാര്യമായിട്ടായിരുന്നില്ല. ശലോമോനെതിരെ ഒരു ചെറിയ വില പോലും അനക്കാൻ യഹോവയ്ക്ക് കഴിഞ്ഞില്ല. അതിന്റെ കാരണം എന്നിട്ട് പറയുന്നത് ഭയങ്കര രസമാണ്. ഞാൻ നിന്റെ പിതാവിനെ ഓർത്ത് വിടുന്നു. പിതാവിനെ ഓർത്ത് വിടാനാണെങ്കിൽ ഇസ്രായേലുകാരെ അബ്രഹാമിനെ ഇസാക്കിനെയൊക്കെ ഓർക്കാനാണെങ്കിൽ എന്തൊരു സ്ഥലത്ത് വിടണമായിരുന്നു. അങ്ങനെയൊന്നും ആരും ഓർത്തില്ലല്ലോ. അപ്പൊ ശലോമോനോട് പ്രത്യേക ശലോമോനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അപ്പൊ പുള്ളി പറയാം, ഞാൻ നിന്റെ പിതാവിനെ ഓർത്ത് വിടുന്നു, നിന്നൊന്നും ചെയ്യില്ല, നിന്റെ അടുത്ത തലമുറയിൽ നിന്ന് ഞാൻ ഈ ഇസ്രായേലിന്റെ രാജ്യത്തൊക്കെ ഇല്ലാതാക്കി കളയും, ആണെങ്കിൽ അങ്ങനെ രാജ്യത്ത് നീക്കിക്കളയുന്നൊക്കെ ഭയങ്കര പേടിപ്പിക്കലുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യം, നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശലോമോന്റെ കാലത്താണ് ഇസ്രായേലിൽ യുദ്ധങ്ങളില്ലാതെ വളരെ നയതന്ത്രപരമായി മറ്റു രാജ്യങ്ങളുമായിട്ട് വളരെ സമാധാനമായിട്ട് ഇസ്രായേൽ ജനം കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അശേരയെ ആരാധിച്ചപ്പോൾ യുദ്ധവും ക്ഷാമവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിരുന്നു. ശലോമോൻ അശേരനെ ആരാധിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും ഇവിടെ വളരെ സമ്പൽ സമൃദ്ധിയില്, വളരെ GDP ഒക്കെ ഹൈ GDPയിൽ ഒരുപാട് കാര്യങ്ങൾ ശലോമോനെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ തീർച്ചയായിട്ടും ശലോമോന്റെ ദേവാലയം പണിയാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തത് അശേര തന്നെയാണ്. ചോദ്യം നമ്പർ 10. യഹൂദർക്കുള്ള 39 പുസ്തകമുള്ള ബൈബിളിൽ അശേരയുടെ പ്രവാചകന്മാരോ എഴുത്തുകാരോ ആയിട്ട് ആരെങ്കിലുമുണ്ടോ? ചോദ്യം നമ്പർ 11. പത്താമത്തെ ചോദ്യമാണ്. പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത് 39 പുസ്തകത്തിൽ അശേരയെ കുറിച്ച് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അശേരയുടെ കാര്യങ്ങളെല്ലാം ഓൾറെഡി യാഹ്വിസ്റ്റുകൾ എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ എന്നാലും അശേരയെ കുറിച്ച് ശലോമോൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ 39 പുസ്തകത്തില് ഏകദേശം 2 പുസ്തകങ്ങളിൽ, ശലോമോന്റെ തന്നെ 2 പുസ്തകങ്ങളില് സദൃശവാക്യങ്ങൾ, ഉത്തമഗീതം എന്നീ പുസ്തകങ്ങളിലായിട്ട് അശേരയെ കുറിച്ച് ഉണ്ട്. അപ്പൊ ഇനി സമയം കിട്ടുമ്പോൾ നിങ്ങൾ സദൃശവാക്യൊക്കെ ഒന്ന് എടുത്ത് വായിക്കണം. ശലോമോന്റെ കൃതികളൊക്കെ ഒന്ന് എടുത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അശേരയെ പറ്റിയുള്ള ക്ലൂ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. വേണമെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. അതിനകത്ത് ഈ ജ്ഞാനം എന്ന് പറയുന്നത്, ജ്ഞാനമായവൾ, ജ്ഞാനം, വിസ്ഡം, ഗോഡസ് ഓഫ് വിസ്ഡം എന്നാണ് അശേരയെ അറിയപ്പെടുന്നത്. അപ്പൊ ജ്ഞാനം, സോഫിയ, ഗ്രീക്കിൽ സോഫിയ എന്ന് പറയും, അത് അശേരയാണ്. ഗോഡ് ഓഫ് വിസ്ഡം എന്നാണ്. അപ്പൊ ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാക്യമുണ്ട്. അപ്പൊ അശേരയെ പറ്റി ഉണ്ട്. കാരണം നമ്മള് യഹോവയെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിച്ച് പ്രസംഗിച്ച് ഇതെല്ലാം കണ്ടും കാണാതെ ആയിട്ട് പോകേണ്ടിയായിട്ട് വന്നു. അപ്പോ ശലോമോൻ കൃത്യമായിട്ട് അശേരയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് നമ്മുടെ പുസ്തകങ്ങളിൽ.
11-ാമത്തെ ചോദ്യം. ഇസ്രായേലിലെ പ്രവാചകന്മാർ ആരുടെ ആത്മാവിലാണ് പ്രവചിച്ചത്? അശേരുടെയോ അതോ യഹോവയുടെയോ? ശമൂവേൽ തുടങ്ങി മലാക്കി വരെയുള്ള ഈ പ്രവാചകന്മാരിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ദസ് സേസ് ദ ലോർഡ് അതിന് പകരം ദസ് സേസ് ദ അശേര എന്ന് പറഞ്ഞിട്ടുണ്ടോ? അശേര ഇങ്ങനെ പറയുന്നു, അശേരയുടെ നാമത്തിൽ പ്രവചിക്കുന്നു എന്ന് ഏതെങ്കിലും പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടോ? അതിപ്പോ ഉത്തരം ഞാനിപ്പോ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പ്രവാചകന്മാര് ആരുടെ ആത്മാവിലാണ് അല്ലെങ്കിൽ ആരുടെ പേരിലാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ റിഡാക്ഷൻ സംഭവിച്ചപ്പോൾ അശേരയുടെ പേര് എടുത്ത് കളഞ്ഞ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പൊതുവായിട്ട് അഡോണായി അല്ലെങ്കിൽ കർത്താവ് എന്നുള്ള അർത്ഥത്തിൽ അഡോണായി എന്ന അല്ലെങ്കിൽ ലോർഡ് എന്നുള്ള വാക്കാണ് പ്രവചന പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ അഡോണായി എന്നത് ഒരു സ്ഥാനപ്പേരാണ്. ഇപ്പൊ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. ആ മുഖ്യമന്ത്രി ഓഫീസ് ആരൊക്കെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്തത്. അപ്പൊ അതിനകത്ത് EMS ഉണ്ട്, കരുണാകരനുണ്ട്, നയനാരുണ്ട്, ആന്റണി ഉണ്ട്, ഉമ്മൻചാണ്ടി ഉണ്ട്, അച്യുതാനന്ദനുണ്ട്, പിണറായി വിജയനുണ്ട്, മറ്റ് പല ആൾക്കാരും അതിനകത്ത് ഇരുന്നിട്ടുണ്ട്. അപ്പോ അഡോണായി എന്ന് പറയുന്ന ആ ഓഫീസിൽ ആരൊക്കെയാണ് കൈകാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ അശേരയും യഹോവയും രണ്ടുപേരും ആ അഡോണായി ഓഫീസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളത് അവരുടെ പ്രവൃത്തി അല്ലെങ്കിൽ അവർ എഴുതിയിരിക്കുന്ന ഭാഷ ഇതുകൊണ്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി. അപ്പൊ അശേരയുടെ ഏകദേശം ഒരു സ്വഭാവം യഹോവയുടെ ഏകദേശം ഒരു സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ആത്മാവിലാണ് പറയുന്നതെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ബൈബിൾ പഠിതാക്കൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ സത്യം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 12-ാം ചോദ്യം. ചോദ്യം 12. ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാരെ കൊന്ന നശിപ്പിച്ച അവരെ എതിർത്ത ഏലിയാവ് ആരുടെ പ്രവാചകനാണ്? ചോദ്യം 13. അപ്പൊ ഇത് ബാലിന്റെ പ്രവാചകന്മാരെ കൊന്ന ഏലിയാവ് ആരുടെ പ്രവചനാണ്? ഓഫ് കോഴ്സ് യഹോവയുടെ പ്രവാചകനാണ്. കാരണം ബാലിന്റെ പ്രവാചകന്മാരെ കൊന്ന ഏലിയാവിനോട് അശേരയുടെ പ്രവാചകന്മാരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബാലിന്റെ പ്രവാചകന്മാരെ ഏലിയാവ് കൊന്നു കളഞ്ഞു, അതൊക്കെ ശരിയാണ്. പക്ഷെ അശേരയുടെ പ്രവാചകന്മാർ അവിടെ വന്നായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക എന്തായാലും അശേരയുടെ പ്രവാചകനല്ല, കാരണം അശേരയുടെ പ്രവാചകന്മാർ അവിടെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഏലിയാവ് യഹോവയുടെ നാമത്തിലും ബാലിന്റെ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു, അശേരയുടെ പ്രവാചകന്മാരും. പക്ഷെ അശേരയുടെ പ്രവാചകന്മാരെ ഏലിയാവിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അശേരയുടെ പ്രവാചകന്മാരെ കൊല്ലണമെങ്കിൽ ഏലിയാവ് ഇച്ചിരിയും കൂടെ ഒന്ന് നോക്കണം. കാരണം ഇസ്രായേലിന്റെ ഒരു ഗോത്രം തന്നെ ആശേരയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. യാക്കോബ് ഒരു മകന് ആശേർ എന്നാണ് പേരിട്ടത്. ഒരു ആശേർ ഗോത്രം തന്നെയുണ്ട്. അപ്പൊ ലൂക്കോസിന്റെ 9-ാം അധ്യായത്തില് യേശു ശിഷ്യന്മാര് ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ശമരിയ ചെന്നപ്പോ അവിടെ ഇവരെ കൈക്കൊണ്ടില്ല. ശമരിയര് ഇവരെ കൈക്കൊള്ളാതെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ യാക്കോബ് സ്ലീഹയും യോഹന്നാനും ഇവർക്ക് രണ്ടുപേർക്കും ഇത് ഭയങ്കര ദേഷ്യമായിട്ട് അവര് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഏലിയാവ് തീയിറക്കി പോലെ ചെയ്തതുപോലെ നമ്മളും ഇത് ചെയ്യാൻ നിനക്ക് സമ്മതമാണോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യേശു കർത്താവിനോട് യാക്കോബ് യോഹന്നാനും ചോദിക്കുന്നതാണ്. അപ്പൊ യേശു എന്താ ചെയ്തത്? യേശു കർത്താവ് അവരെ ശാസിച്ചിട്ട് നിങ്ങൾ ഏത് ആത്മാവിന് അധീന? അപ്പൊ ഏലിയാവിന്റെ ആത്മാവ് എന്ന് പറയുന്നത് യഹോവയുടെ ആയിരുന്നു. ആ ഏലിയാവിന്റെ ആ ആത്മാവിനോട് യേശു കർത്താവ് ഒരു സമയത്തും യോജിച്ചു പോകുന്നില്ല. അപ്പൊ ഒരിക്കലും യേശുവിന്റെ പിതാവിന്റെ സ്വഭാവം, കാരണം പിതാവിന്റെ ആണെങ്കിൽ യേശു അത് അംഗീകരിക്കും. ഏത് ആത്മാവാണോ അത് പിതാവ് ചെയ്തല്ലെന്ന് പറഞ്ഞാൽ പിതാവിന്റെ അല്ല. ഏലിയാവിന്റെ പ്രവൃത്തിയെ യേശു കർത്താവ് ശിഷ്യന്മാരെ എൻഡോഴ്സ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് അവരെ ശാസിക്കുകയാണ്, നിങ്ങൾ ഏത് ആത്മാവിന്റെ അധീനം. അപ്പൊ തീർച്ചയായിട്ടും ഏലിയാവ് യഹോവയുടെ പ്രവാചകൻ തന്നെയായിരുന്നു. ഇസ്രായേലിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവ് ആരുടെ ആത്മാവാണ്? അശേരയുടെ ആത്മാവാണോ യഹോവയുടെ ആത്മാവാണോ? ഈ പരിശുദ്ധാത്മാവ് തന്നെയാണോ പുതിയ ഉടമ്പടിയിൽ ദൈവസഭയിൽ വെളിപ്പെട്ടത്? ഇത് വളരെ വിഷമമുണ്ട് ഇതൊക്കെ സംസാരിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവ് ആരാണെന്നും പിതാവിനോടും പുത്രനോടും തുല്യമായി ആരാധിക്കപ്പെടുന്ന വ്യക്തിയാണെന്നൊക്കെ അറിയാതെയാണോ ഈ ചോദ്യം താങ്കൾ ചോദിക്കുന്നത്? എനിക്ക് അതിനകത്ത് വളരെ അതിശയകരമായി പോകുന്നു. ഈ പരിശുദ്ധാത്മാവ് ആരാണ്? ആ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഈ പറയുന്ന ആത്മാവ് അശേരയുടെയാണോ യഹോവയുടെയാണോ? അതാണോ ഇപ്പുറത്ത് നീങ്ങാത്ത? അപ്പൊ പരിശുദ്ധാത്മാവ് ആരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല പഴയ നിയമത്തിൽ. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ആത്മാവ്
വന്നതായിട്ട് എനിക്ക് അറിയില്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വാക്യം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പരിശോധിക്കാം. അപ്പൊ പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയിലാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയ്ക്ക് ക്രിസ്തു വെളിപ്പെടുത്തുകയും അതുപോലെ പിതാവ് നൽകുകയും ചെയ്ത വാക്തത്വമാണ്. അവർക്ക് തുല്യമായി ആരാധിക്കപ്പെടുന്ന ഒന്നാണ്. അപ്പൊ അതെങ്ങനെ അശേര യഹോവ പോലെയുള്ള കുട്ടിദേഹങ്ങളുടെ ആത്മാവായിട്ട് മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ ഒരു ചോദ്യം. ഈ പരിശുദ്ധാത്മാവ് എന്താണ്, ആരാണ്, ശക്തിയാണോ വ്യക്തിയാണോ എന്നൊന്നും അറിയാത്ത ആൾക്കാർ ചോദിക്കുന്നതാണ്. എന്തായാലും പോട്ടെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ചോദ്യം നമ്പർ 14. ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ട സ്വർഗത്തിലെ ദൂതന്മാർ ആരുടെ ദൂതന്മാരാണ്? അശേരുടെയോ അതോ യഹോവയുടെയോ? ദൂതന്മാരെല്ലാം നമുക്ക് ഏലിന്റെ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അശേരയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഏൽ എന്ന നാമത്തിലാണ് അവരുടെ പേരുകൾ തന്നെ. ദൂതന്മാരുടെ പേരുകളെല്ലാം ഏൽ എന്ന പേരില്ല. ഗബ്രിയേൽ, മീഖായേൽ, റാഫേൽ, അങ്ങനെ പല പേരുകളുണ്ട്. അപ്പൊ അതെല്ലാം ഏലായിട്ടാണ്, ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ ഈ അശേരയുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചോദ്യം നമ്പർ 15. മൽക്കീസേദെക്ക് ആരുടെ പുരോഹിതനാണ്? അശേരയുടെയാണോ അതോ യഹോവയുടെയോ? മൽക്കീസേദെക്ക് അശേരയുടെ പുരോഹിതനാണ്. അത് വളരെ കൃത്യമായിട്ട് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണെന്ന് തന്നെ ബൈബിള്. യഹോവയുടെ പുരോഹിതനാണെന്നല്ലോ ബൈബിള്. കാരണം മൽക്കീസേദെക്ക് കാളയുടെ കുറവും അരയില് വൈലൂപ്പിയും ഒന്നും വെച്ചിട്ടൊന്നല്ലല്ലോ വന്നിട്ട്. കാരണം യഹോവയുടെ പുരോഹിതന്മാരെല്ലാം അങ്ങനെ കാലിൽ മദ്യവും ഇറച്ചിയൊക്കെ ഇട്ട് രക്തക്കറയൊക്കെ ചെയ്ത് രക്തം മണത്തിട്ടാണ് അവരൊക്കെ വരുന്നത്. അപ്പൊ മൽക്കീസേദെക്ക് അങ്ങനെയല്ല വന്നത്. അപ്പൊ തീർച്ചയായിട്ടും യഹോവയുടെ പുരോഹിതനല്ല, ആശേരയുടെ തന്നെയായിരുന്നു മൽക്കീസേദെക്ക്. ചോദ്യം നമ്പർ 16. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉൾപ്പെടാത്ത ഇയ്യോബ് എന്ന ഒരു കഥാപാത്രം നമുക്കുണ്ട്. ഇയ്യോബിന്റെ ദൈവം അശേരയാണോ യഹോവയാണോ? അത് വല്ലാത്തൊരു ചോദ്യമായി പോയി. അത് താങ്കളാണ് എന്റെ മറുപടി പറഞ്ഞു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു കഥാപാത്രം മാത്രമാണ് ഇയ്യോബ്. അത് താങ്കൾ പറഞ്ഞപ്പോൾ തന്നെ അത് മനസ്സിലാക്കണം. കാരണം ഇസ്രായേലുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് ഇയ്യോബ്. യഹോവയാണെങ്കിൽ ഇസ്രായേലായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ ഇയ്യോബ് എന്നത് ആശേരയായിട്ടും ബന്ധമില്ല, നമ്മുടെ യഹോവയായിട്ടും ബന്ധമില്ല. ഇയ്യോബ് എന്നത് ബൈബിളിൽ ഒരു കാവ്യ പുസ്തകമാണ്. ഇത് പെന്തക്കോസിൽ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. കാവ്യ പുസ്തകങ്ങളിൽ സങ്കീർത്തനം, സദൃശവാക്യങ്ങൾ, വിലാപങ്ങൾ, ഉത്തമഗീതം ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതിനകത്ത് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു പുസ്തകമാണ് ഇയ്യോബ്. അപ്പൊ അതൊരു കാവ്യ പുസ്തകമാണ്. അപ്പൊ ആ കാവ്യ പുസ്തകത്തിലെ ഒരു കഥാപാത്രം മാത്രമാണ് ഇയ്യോബ്. ആ ഇയ്യോബിന്റെ ദൈവം ആരാണെന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് വരുന്നില്ല. അതൊക്കെ ഈ പോസ്റ്റ് എക്സൈൽ പീരീഡിൽ എഴുതപ്പെട്ടിട്ടുള്ള ഫിക്ഷൻ സ്റ്റോറിയാണ് ഈ ഇയ്യോബ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഒരു ഇതിന്റെയൊക്കെ സ്റ്റഫുകളൊക്കെ നമുക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അത് ഒരു കാവ്യ പുസ്തകമാണ്. അതിൽ ഈ ചോദ്യത്തിനൊന്നും റെലവൻസ് ഇല്ല. ചോദ്യം നമ്പർ 17. ഇസ്രായേലിനെയും മറ്റു ജാതികളെയും നിരന്തരം ന്യായം വിധിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവമുണ്ട്. ആ ന്യായവിധി നടത്തിയ ദൈവം അശേരയാണോ അതോ യഹോവയാണോ? നിങ്ങൾക്കത് ഉത്തരം പറയാലോ. കാരണം ഈ അന്യന്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന സ്വഭാവം എന്തായാലും അശേരയ്ക്കില്ല. പിന്നെ അശേര സ്വന്തം ജനത്തെ ഇന്ന് വരെ ആക്രമിച്ചാൽ ഈ അശേരയുടെ പേരിൽ ഒരു യുദ്ധങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അതെന്തായാലും അശേരയില്ല. പിന്നെ സ്വന്തം ആളുകളെയും കൊല്ലാക്കൊല ചെയ്യുന്നതും തൊട്ടടുത്തുള്ള അയൽവക്കക്കാരെയും കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ യഹോവയാണ്. കാരണം യഹോവയ്ക്ക് അപ്പുറത്തുള്ള സമ്പത്തൊക്കെ നോക്കി അത് കവർച്ച ചെയ്യാനുള്ള മാനസികാവസ്ഥയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഉറങ്ങിക്കിടക്കും, രാത്രി ഉറങ്ങിക്കിടക്കും പോയി കവർച്ച ചെയ്യുക, അടിച്ചു മാറ്റുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. പിന്നെ അശേരയ്ക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. അശേര തൊട്ടടുത്തുള്ള ആളുകളെയൊന്നും പോയി ആക്രമിക്കുന്നു. കാരണം അശേര എന്ന് പറയുന്നത് മദർ ഗോഡസ് ആണ്. അപ്പൊ തൊട്ടടുത്തുള്ള ഗോത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് അശേരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവങ്ങളാണ്, ദേവഗണങ്ങളാണ്. അപ്പൊ അവരെ ഒന്നും പോയി അശേര ന്യായം വിധിക്കാറൊന്നുമില്ല. യഹോവ ന്യായം വിധിച്ചെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. യഹോവയുടെ ന്യായം വിധിച്ച് ഈ ഇസ്രായേലുകാരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറച്ച് ലോക്കൽ ആളുകളുണ്ട്, അവരെയും കുറെ ചുറ്റിച്ചിട്ടുണ്ട് ഈ യഹോവ. അതായത് ഒരു ലോക്കൽ ഗുണ്ടയാണെന്ന് പറയാം. ഒരു ലോക്കൽ ഗുണ്ടായുസം മാത്രം കാണിച്ചെടുക്കുന്നുണ്ട്. കീലി വെച്ചു മോഡലാണ്. നമ്മുടെ ഒരു സിനിമയിൽ മാമുക്കോയ എന്നല്ലേ, വെറുതെ ആൾക്കാരെ നാട്ടുപുറത്തുകാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ പേടിച്ചെടുക്കുക. പക്ഷെ ആണുങ്ങള് പുലി വന്ന് കഴിഞ്ഞപ്പോ യഹോവ പേടിച്ച് മുള്ളിപ്പോയി.
അപ്പോഴേക്കും ഞാനും ഇപ്പൊ കോരശൊക്കെ വന്ന സമയത്ത് ആരുണ്ടാതെ പറയുമ്പോ കോരശ് വന്നിട്ട് ഞാനുണ്ടാതെ പറയുമ്പോഴേക്ക് ഞാനും കോരശ് ഉണ്ടാ ഞങ്ങളെ തോപ്പിക്കാൻ ആരുണ്ടെന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പൊ നല്ല ആണുങ്ങൾ വന്നു കഴിഞ്ഞപ്പോ യഹോവ പേടിച്ചു ഉള്ളി എന്നാണ്. കാരണം ഇസ്രായേൽ, അസീറിയ, ബാബിലോൺ, പേർഷ്യ, ഗ്രീക്ക്, റോം ഇവരൊന്നും വന്നപ്പോ യഹോവ എവിടെയായിരുന്നു? യഹോവരൊന്നും ന്യായം വിധിക്കാൻ പോയില്ല. ഈ ലോക്കൽ ആൾക്കാർ മോവാബിയര്, ശമര്യര് ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെയാണ് ഈ യഹോവ ഇട്ട് പേടിപ്പിക്കുന്നത്. ഇരുമ്പരഥം കണ്ടപ്പോ ഓടിയ ഒരു കേസ് വേറെയുണ്ട്, അത് വേറെ. അപ്പൊ ഇവരൊക്കെ ഇസ്രായേലിന് അടിമകളാക്കി വരും. ഈ നമ്മുടെ ഈ സാമ്രാജ്യങ്ങളുണ്ടല്ലോ, പേർഷ്യ, കോരശൊക്കെ നല്ല ഒന്നാന്തരം വിഗ്രഹാരാധനയും വേറെ അന്യദേവന്റെ ആളാണ്. അവൻ എന്റെ അഭിഷക്തൻ എന്നൊക്കെയാണ്. അപ്പൊ എന്താ അയാളെ കൊല്ലാൻ എന്താ അനിഷ്ടമായി ചെയ്തിട്ട് എന്തിനാ കൊല്ലാതിരുന്നത്? അപ്പൊ ഇതൊക്കെ ന്യായം വിധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കൽ ഗുണ്ടായിസം കാണിച്ചു, അത്രയും പറഞ്ഞാൽ മതി. അത് അങ്ങനെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും കൊടുക്കണ്ട. ചോദ്യം 18. ഒരു അന്ത്യന്യായവിധിയെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു, നിത്യ നരകമുണ്ട്, അവിശ്വാസികൾ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടും എന്ന് വചനം പറയുന്നു. ഈ നിത്യന്യായവിധി നടത്തുന്നത് അശേരയാണോ യഹോവയാണോ? അവിശ്വാസികൾ നിത്യനരകത്തിൽ തള്ളപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു വാക്യം ഞാൻ എവിടെയും വായിച്ചിട്ടില്ല കേട്ടോ, ബൈബിളിലൊന്നും ഞാൻ വായിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നതല്ല മുസ്ലിങ്ങളുടെ ഖുറാനിലുള്ള വാക്യം വല്ലതാണോ എന്നാണ് എനിക്ക് സംശയം. കാരണം അവിശ്വാസികൾ നിത്യനരകത്തിൽ തള്ളപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വാക്യം വായിച്ചിട്ടില്ല. ഇത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ബൈബിള് പഠിക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവര് ബൈബിള് പഠിപ്പിച്ചാലുള്ള ഒരു വ്യാഖ്യാന പ്രശ്നമാണ് ഈ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നിത്യനരകത്തിലേക്ക് ഇട്ട് നശിപ്പിച്ചുള്ളത്. ഈ ദൂതന്മാരെ വിധിക്കുന്ന അതായത് AD 70 കഴിഞ്ഞു. അതിന്റെ ചരിത്രപരമായ രേഖയും അല്ലെങ്കിൽ യേശു കർത്താവ് പറഞ്ഞ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾ പോയി പഠിച്ചു കഴിഞ്ഞാൽ AD 70 അത്തരത്തിൽ ദൂതന്മാരെ വിധിക്കുന്ന ന്യായവിധിയൊക്കെ കഴിഞ്ഞു. ഇപ്പോ മനുഷ്യന്റെ വാഴ്ചയാണ്. അപ്പൊ 1 കൊരിന്ത്യർ 6:3 പൗലോസ്ലീഹ പറയുന്നുണ്ട്, നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ മനുഷ്യർക്ക് ദൂതന്മാരെ വിധിക്കുന്ന അത്രയും പവറാണ്. ഐഹിക കാര്യങ്ങളെ പറ്റി എത്ര അധികം എന്നൊക്കെ പറയുന്നത്. പിന്നെ ന്യായവിധി നടത്തുന്നത് അശേരയാണോ യഹോവയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലുള്ള വാക്യം എന്ന് പറയുന്നത് ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്നാണ്. കാരണം മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാനുള്ള അധികാരമൊക്കെ പുത്രനാണ് എന്നാണ് വാക്യം ഉള്ളത്. പുത്രനാണ്, പുത്രൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളെ വിധിക്കുന്നില്ല. കാരണം പുത്രൻ വിധിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലൊന്നും ഇവിടെ നിൽക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോ അതെന്തായാലും അശേരയൊന്നുമല്ല, കർത്താവ് തന്നെയാണ്. ചോദ്യം 19. ആധുനിക ഇസ്രായേലിന്റെ ദൈവം ആരാണ്? അശേരയാണോ യഹോവയാണോ? ഇന്നത്തെ ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ചാണ്. ഇന്നത്തെ ദൈവം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശേര തന്നെയാണ്. കാരണം 5% ആൾക്കാരേ ഉള്ളൂ ഈ യഹൂദന്മാരുടെ. ഇപ്പോഴത്തെ നിലവിലുള്ള ഇസ്രായേലില് ഈ സൈനിസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് നടക്കുന്ന ആളുകൾ കുറച്ച് തീവ്രവാദ ടീമുകളുണ്ട്. ഒരു 5%, അല്ലെങ്കിൽ ഒരു 10% കൂട്ടിയാൽ മതി. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ ആഗ്നോസ്റ്റിക് ടൈപ്പിലുള്ള ആൾക്കാരാണ്, അത്ര വലിയ തീവ്രതയുള്ള ആൾക്കാരൊന്നും അല്ല. അപ്പൊ എന്തായാലും അശേരയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം AD 70 യഹോവയും അവന്റെ ന്യായപ്രമാണവും അവന്റെ ദേവാലയം എല്ലാം ചുട്ട് ചാമ്പലാക്കി. അപ്പൊ അതിനുശേഷമാണ് യഹൂദന്മാര് എന്തെങ്കിലും കണ്ടുപിടുത്തം ലോകത്തിന് വേണ്ടി ചെയ്യാൻ തുടങ്ങി. നിങ്ങള് യേശുവിന് മുമ്പും യേശുവിന് ശേഷമുള്ള ഇസ്രായേലിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ യേശുവിന് മുമ്പ്, അതായത് യഹോവയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന, ന്യായപ്രമാണത്തിന് അധീനതയിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഇസ്രായേലിന് ഈ ലോകത്തിന് വേണ്ടി ഒരു സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇപ്പോ ഇസ്രായേലാണ് ആ കാര്യത്തില്. കാരണം ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ആധുനിക കണ്ടുപിടുത്തങ്ങളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പൊഴുത്തുന്ന ആൾക്കാരുണ്ട്. അത് ഈ യഹോവനെ എന്ന് ഇവരെടുത്ത് കളഞ്ഞു അന്ന് മുതലാണ് ഇവർ എന്തെങ്കിലും കണ്ടുപിടിക്കാനും ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാനും എല്ലാം തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ മരുഭൂമിയെ പൂന്തോട്ടമാക്കുന്ന വിജ്ഞാനത്തിന്റെ ദേവതയായ അശേരയാണ് ആധുനിക ഇസ്രായേലിന്റെ ദേവത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വിജ്ഞാനത്തിന്റെ ദേവതയാണ് അശേര. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചോദ്യം നമ്പർ 20. യശദ എന്ന പേരിൽ വെളിപ്പെട്ട അശേര ഇപ്പോൾ എവിടെയാണ്? സ്വർഗത്തിലാണോ ഭൂമിയിലാണോ? ഈ ചരിത്രത്തിൽ ഈ നൂറ്റാണ്ടിൽ, ഈ കാലയളവിൽ അശേരയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ആരെങ്കിലും അവരെ ആരാധിക്കുന്നുണ്ടോ? അശേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലോഹിം, അതായത് സ്വർഗീയവാസികളാണ്, ഇൻവിസിബിൾ വേൾഡിൽ ജീവിക്കുന്നവരാണ്. ഭൂമിയിലാണോ
സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ സ്വർഗം എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ വേൾഡിലാണ് അക്ഷരയുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോഴും ഭൂമിയിൽ മനുഷ്യന്റെ വളർച്ചയിൽ അക്ഷരയുടെ സംഭാവന നല്ല രീതിയിലുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ മനുഷ്യന് കൊടുത്തത് തന്നെ അതായത് വിജ്ഞാന ദേവതയാണ്. അപ്പൊ ഇന്നത്തെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മഹാകണ്ടുപിടുത്തങ്ങൾ പോലും ജ്ഞാനത്തിന്റെ ദേവതയായ അക്ഷരയുടെ സംഭാവനയാണ്. മനുഷ്യൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ സയൻസ് അക്ഷരയുടെ ദാനമാണ്. മെഡിക്കൽ സയൻസിന്റെ എല്ലാ അല്ലെങ്കിൽ അവരുടെ സഹവിഭാഗത്തിന്റെ എല്ലാം ചിഹ്നം അല്ലെങ്കിൽ ലോഗോ എല്ലാം നിങ്ങൾ നോക്കിക്കോ, അതെല്ലാം അക്ഷരയുടെയാണ്. ഇങ്ങനെ ഒരു ബോർഡിൽ നിങ്ങൾ മെഡിക്കൽ സയൻസിന്റെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ക്യാൻസർ ട്രീറ്റ്മെന്റ് മെഡിസിനുകളുടെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു 2 പോഡിൽ ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റിക്കുന്നതായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഡയഗ്നോസിസ് ഒക്കെ ചെയ്യുന്നതിന്റെ ഒക്കെ ചിഹ്നം, മെഡിക്കൽ സയൻസിന്റെ ചിഹ്നം. ഡോക്ടർമാരുടെ ഈ കാറിലൊക്കെ ഡോക്ടർ എഴുതിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്, 2 പോഡിൽ ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റി നിൽക്കുന്നത്. അതൊക്കെ അക്ഷരയുടെ ചിഹ്നമാണ്, പിച്ചളസർപ്പത്തിന്റെ ചിഹ്നമാണ് അത്. അപ്പൊ അതൊക്കെ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിലും ആധുനിക സാങ്കേതിക വിദ്യയിലെല്ലാം അക്ഷരയുടെ സംഭാവന നല്ല രീതിയിലുണ്ട്. പിന്നെ ഇസ്രായേലിൽ മാത്രമല്ല ഈ അക്ഷര ഉണ്ടായിരുന്നു. കാരണം ഇസ്രായേലിൽ മാത്രം ഒതുങ്ങിപ്പോയൊരു ദേവനാണ് യഹോവ. അപ്പൊ യഹോവ ഇസ്രായേലിൽ മാത്രം ഒതുങ്ങിപ്പോയപ്പോ അക്ഷര എല്ലാ ഭൂഖണ്ഡങ്ങളിലും വിവിധ ഗോത്രങ്ങളിൽ സംസ്കാരങ്ങളിൽ പല പേരുകളിൽ ആരാധിക്കപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പോഴും നേരിട്ടും അക്ഷര ആരാധന നടക്കുന്നുണ്ട്. സ്വർഗീയ രാജ്ഞി എന്ന വിവിധ സംസ്കാരങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ദേവതയും കൂടിയാണ് അക്ഷര. അപ്പൊ സ്വർഗീയ രാജ്ഞി എന്ന് പറയുന്നതൊക്കെ അക്ഷരയാണ്. ഗോഡസ് ഓഫ് വിസ്ഡം, ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി, ഗോഡസ് ഓഫ് ഹീലിംഗ്, ഇതെല്ലാം അക്ഷരയാണ്. അക്ഷര കൃത്യമായ രീതിയിൽ മനുഷ്യന്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ അത് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും ആധുനിക സാങ്കേതിക വിദ്യയും മെഡിക്കൽ സയൻസുമാണ്. അതിനകത്ത് അക്ഷരയുടെ ഒരു റോള് നമുക്ക് കാണാനായിട്ട് കഴിയും. ചോദ്യം നമ്പർ 21. എല്ലാവരും രക്ഷിക്കപ്പെടും. ഏത് മതത്തിലാണെങ്കിലും ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും ഏതൊക്കെ പാപങ്ങൾ ചെയ്താലും എല്ലാവരും രക്ഷിക്കപ്പെടും, എല്ലാവരും സ്വർഗത്തിലെത്തും എന്ന് താങ്കൾ പഠിപ്പിക്കുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അതിന് എതിരെ പറയുന്നു. അവിശ്വാസികൾ അവർ നിത്യനരകത്തിൽ തള്ളപ്പെടുമെന്നാണ്. താങ്കളുടെ മറുപടി എന്താണ്? ഇതൊക്കെ വേദപുസ്തകത്തിന് വിപരീതമാണെന്നൊക്കെ പറഞ്ഞാൽ വേദപുസ്തകത്തിന് വിപരീതമായിട്ട് ഗ്ലോറിയസ് ഗോസ്പെല് ഒന്നും തന്നെ പഠിപ്പിച്ചിട്ടില്ല. വീണ്ടും നിങ്ങൾ നിത്യനരകമൊക്കെ എടുത്തു, അവിശ്വാസികൾ നിത്യനരകത്തിലേക്ക് പോകുന്നു, ഇങ്ങനെയൊന്നും വേദപുസ്തകം പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തില് അല്ലെങ്കിൽ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അന്യായം ചെയ്യുന്നവർ പല ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ദുർനടപ്പുകാര്, വിഗ്രഹാരാധികള്, വ്യഭിചാരികള്, സ്വയംഭോഗികള്, പുരുഷകാമികള്, കള്ളന്മാര്, അത്യാഗ്രഹികള്, മദ്യപാന്മാര്, വാവിഷ്ണക്കാര്, പിടിച്ചുപറിക്കാര്, ഇവരാരും സ്വർഗരാജ്യ അവകാശമാക്കിയില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ വാക്യപ്രകാരം താങ്കളുടെ കൂടെയുള്ള എത്ര പേര് സ്വർഗത്തിൽ പോകും? താങ്കളുടെ വിശ്വാസമുള്ള എത്ര പേര് സ്വർഗരാജ്യത്തിൽ പോകും? ആരും പോകില്ല. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള ഒരു മനുഷ്യനും സ്വർഗരാജ്യം അവകാശമാക്കില്ല. അപ്പൊ അതൊരു ലാസ്റ്റ് ടോപ്പിക്ക് യഹോവ അങ്ങനെയുള്ള വിഷയം നിന്നും മാറി വന്നൊരു ചോദ്യമാണ്. ഇതൊക്കെ ബേസ് ചെയ്തിട്ട് വീഡിയോസ് ഒരുപാട് ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഒഫീഷ്യൽ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുള്ളതാണ്. എനിക്കൊന്ന് ആദ്യമായിട്ട് താങ്കൾ കേൾക്കുന്നതുകൊണ്ടായിരിക്കാം ഇതെല്ലാം ഗ്രാസ്പ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോ മനുഷ്യന്റെ വിശുദ്ധിയൊക്കെ നോക്കിക്കഴിഞ്ഞാലൊന്നും ഒരാളും സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. എനിക്കൊന്നും മാത്രമേ പറയാനുള്ളൂ. എനിക്ക് എന്റെ ദൈവത്തെ കുറിച്ച് പറയാനുള്ളത് 1 തീമോത്തിയോസ് 2-ാം അധ്യായത്തിൽ പറയുന്നതാണ്. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിന്റെ പരിജ്ഞാനം എത്തുവാനും ഇച്ഛിക്കുന്നു. അതായത് ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്യം. കാരണം ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് സകല മനുഷ്യരും രക്ഷപ്പെടണമെന്നും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന രീതിയിൽ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നതാണ്. അപ്പൊ ആ പരിജ്ഞാനത്തിൽ എത്തുവാനായിട്ട് ഇച്ഛിക്കുന്നു. എന്റെ ചോദ്യം, നിങ്ങളുടെ ദൈവം ഇച്ഛിച്ചാൽ നടക്കുമോ ഇല്ലയോ? ഇങ്ങനൊരു കാര്യം, ഇങ്ങനൊരു ആഗ്രഹം ഇച്ഛിച്ചാൽ നിങ്ങളുടെ ദൈവത്തിന്റെ ഇത് പ്രകാരം നടക്കില്ലയോ? പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ദൈവം ഒരു കാര്യം ഇച്ഛിച്ചാൽ അത് നടന്നു എന്നാണ്. അതിനകത്തിനി വേറൊരു പക്ഷേ അല്ലെങ്കിൽ ബട്ട് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നില്ല. എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും, നടന്നു കഴിഞ്ഞു.
അത് ഓൾറെഡി നടന്ന സംഭവമാണ്. പക്ഷെ നിങ്ങൾ പല ആൾക്കാർക്ക് ഇപ്പോഴൊരു വിശ്വാസക്കുറവ് ഉണ്ടാവും. ഒന്നല്ല, അങ്ങനെയൊന്നുമില്ല, കുറച്ചു പേരെ പോകുന്നു, കുറച്ചു പേരില്ല, ആരും ദൈവത്തിന്റെ മുന്നിൽ ഒരു നീതിമാൻ ആരുമില്ല, ആരും സമരമല്ല, അങ്ങനെ ഒരു ബന്ധപക്ഷമൊന്നും കർത്താവ് കാണിക്കില്ല, പക്ഷാഭേദമൊന്നും കാണിക്കുന്നില്ല, മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. എല്ലാവരും ദൈവത്തിന് ഒരേപോലെയാണ്. വിശുദ്ധിയൊക്കെ ജീവിക്കുന്നതെല്ലാം കറക്റ്റ് കാണിക്കുന്നതെല്ലാം വെറും പൊയ്മുഖങ്ങൾ മാത്രമാണ്. അതെല്ലാവർക്കും അറിയാം, ഈ വിശുദ്ധി കാണിക്കുന്നവർക്കും അറിയാം എന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത്. 21 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള മറുപടി ഇത്രയാണ്. ഇതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറ്റ് ചോദ്യങ്ങളോ മറുചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താങ്കൾക്ക് ചോദിക്കാവുന്നതാണ്. അല്പം വൈകിപ്പോയി, വീഡിയോ ചെയ്യാൻ വൈകിപ്പോയതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് തൊണ്ടയ്ക്ക് എനിക്ക് പേഴ്സണലി ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇച്ചിരി വൈകിപ്പോയത്. നിങ്ങൾ ക്ഷമിക്കുമല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങളോടുകൂടെ ഒരു ഹോംവർക്ക് നടത്തിയതിനു ശേഷം നമുക്ക് വീണ്ടും ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ദൈവം നിങ്ങളെയും ഇത് കേട്ടവരെയും എല്ലാവരെയും, നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ സ്വീകാര്യമാണ്. ഗ്ലോറിയസ് ഗോസ്പൽ ഏത് സമയത്തും ഈ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം, ശുഭരാത്രി. താങ്ക് യു.